ഗൈസ്, അഭിനവനായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് ബ്ലോഗാണ്. ബാക്കിയെല്ലാം അമ്മ പറയും. നമ്മൾ ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നത് ഫുഡ് ബ്ലോഗ് ചെയ്യണമെന്ന്. അപ്പം ഇന്ന് ഒരിച്ചിരി സമയം കിട്ടിയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കുക്കർ വെച്ച് നമ്മൾ വേവിച്ചാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നല്ലതാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ നല്ല കിഴങ്ങ് എല്ലാം നമ്മൾ കുഴച്ച് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രെഡ്, ഒരു 1 2 3 4 5 6 ബ്രെഡ് അത് നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടിച്ചങ്ങ് ചേർക്കുക. നമ്മളിതാണ് ബ്രെഡും കിഴങ്ങും കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും ഒരു വലിയ ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ചെറുതായിട്ട് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞതാണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ വലിയ ഉള്ളിയും പച്ചമുളകും അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് പൊടിയും കാര്യങ്ങളും ചേർക്കണം. കുറച്ച് മുളക് പൊടി ചേർക്കണം, കുറച്ച് മസാലപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ജീരകം ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമ്മൾ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളയാക്കി നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ നല്ല ചെറിയ ഉരുളയാക്കി നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉരുളയാക്കാം, കുഴപ്പമില്ല. ഇത് ഉരുളയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും പിന്നെ 3 മുട്ട നമ്മൾ ഉടച്ച് വൃത്തിയാക്കി ഉടച്ച് വെച്ചിട്ടുണ്ട്. 3 മുട്ട എടുത്തേക്കുന്നത് നമ്മളത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉരുള ആദ്യം നമ്മൾ ഈ മുട്ട അടിച്ചതിനകത്ത് മുക്കിയെടുത്ത് പിന്നെ ഈ ബ്രെഡ് ക്രംസിനകത്ത് പുരട്ടി എണ്ണ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരാം. ഓക്കെ, അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എടുത്ത് ഈ മുട്ടയുടെ ഇതിനകത്തോട്ട് മുക്കി കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നമ്മൾ ബ്രെഡ് ക്രംസിൻ്റെ ഇതാണ് നമ്മൾ അത് മുക്കി നമുക്ക് എണ്ണയ്ക്കകത്തോട്ടിടാം. കാണിക്കട്ടെ. നമ്മളതാണ് ഇത് വറക്കാനിട്ടു. അത് എല്ലാം ഒന്നും നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങും കാര്യങ്ങളും എല്ലാം വെന്തതാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വേണ്ട. ഇത് നമുക്ക് വറുത്ത് കോരാം. ഇത് ഒരു സൈഡ് നമ്മൾ അപ്പുറം ഇപ്പുറം തിരിച്ചിടുക. ഓക്കെ, അപ്പം ഇതുണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ